ഹലോ, ഇന്നൊരു ഫാം വിസിറ്റിംഗ് ആണ് കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഒരു 15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എത്തിയ ശേഷം നമുക്കൊരു 10 റിംഗറ്റ് എൻട്രി ഫീ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഒരു ബക്കറ്റ് തരും. ഇത് നമ്മൾ ആട്ടുകുട്ടികൾക്ക് കൊടുക്കാനുള്ള തീറ്റയാണ്. അവരാണെങ്കിൽ ഓരോരുത്തരായിട്ട് വരി വരിയായി വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നല്ല വിശപ്പാണെന്ന് തോന്നണേ. അപ്പോഴോ നോക്കിയപ്പോൾ ഒരു ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് ഒരു ആട്ടിനെ ഇട്ട് ഓട്ടിക്കുക. ഇതിന്റെ കാര്യം എന്താന്ന് അവസരം നിങ്ങൾക്ക് മനസ്സിലാവേ. അങ്ങനെ ആ ചേച്ചി ആ ആട്ടുകുട്ടിയും പിടിച്ചോണ്ട് അങ്ങ് പോയേ. അങ്ങനെ നമ്മൾ അടുത്ത ആട്ടിനെയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്നേ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണേ. രാവിലെ ആയതുകൊണ്ട് അവർക്ക് നല്ല വിശപ്പാണേ. അങ്ങനെ ഞാൻ കൊടുക്കണതെല്ലാം അവർ സ്പീഡിന് കഴിക്കുന്നുണ്ടായിരുന്നേ. അങ്ങോട്ട് നോക്കിയപ്പോഴും ഒരു കൊച്ചു കുറുമ്പ് നിന്ന് അടുത്ത ആട്ടുകുട്ടികൾക്ക് തീറ്റ കൊടുക്കുകയാണേ. നല്ല രസമായിരുന്നു കാണാൻ. അതുപോലെ ഇതുപോലെയുള്ള ഫാമുകളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണം കുഞ്ഞു കുട്ടികളായിരിക്കും കേട്ടോ. അവൻ എത്ര എൻജോയ് ചെയ്ത് അവനൊരു പേടിയില്ലാതെ എത്ര എൻജോയ് ചെയ്ത ആടിന് തീറ്റ കൊടുക്കാൻ നിങ്ങൾ കണ്ടോ? ഇവന്മാരാണ് കേട്ടോ ഇവിടത്തെ കുട്ടി കുറുമ്പന്മാര്. ഞാൻ കുറുമ്പെന്ന് പറയാൻ കാരണം ഇവർ ഭയങ്കര ഇടിയാണ്. ഇങ്ങനെ അവിടെ സൈഡിൽ ചെറുതായിട്ടൊരു കുഞ്ഞു കൊമ്പൊക്കെ ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ ഇടിയൊക്കെ തരും കേട്ടോ. ഇവർ ഈ ഫാം നടത്തുന്നത് വെറുതെ ആടിനെ പരിപാലിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെ ആളുകൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും കൂടി വേണ്ടിയാണ്. നിങ്ങൾ ഈ കുഞ്ഞിന്റെ സന്തോഷം കണ്ടോ? അവൻ ഫോണിലൂടെയും ടിവിയിലൂടെയും ഇതിനെ കണ്ടിട്ടുള്ള. നേരിട്ട് കണ്ടപ്പോൾ അവന്റെ സന്തോഷം നിങ്ങൾ കണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് കൊണ്ട് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഇതിനെ സൂക്ഷിക്കണേ. അടുത്ത് നമ്മൾ പോയത് കുട്ടിക്കുറുമ്പന്മാരുടെ അടുത്താണ്. അവർ കില്ലാടികളാണ്. ഇവന്മാര് കാലിലിട്ട് ഭയങ്കര ഇടിയായിരുന്നു. നമ്മൾ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ തലോടാന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഇവിടെ വേറൊരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയാണ്. അങ്ങനെ അടുത്ത് നമ്മൾ മുയൽക്കുട്ടന്മാരായിട്ട് പോയി. അവര് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീപ്പിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആട്ടിനെ പിടിച്ചോണ്ട് പോയി ആ ചേച്ചി എന്ന് പറഞ്ഞില്ലേ, അവരാണ് ഇത് മേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിന് സെപ്പറേറ്റ് വേറൊരു കൂട്ടിലാണ് കേട്ടോ ഇട്ടത്. പിന്നെ അവിടുത്തെ ആട്ടുകുട്ടികളൊന്ന് ഓടിച്ചടപെടാന്ന് കണ്ട ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് താഴെ കോഴി ഫാമിലേക്കാണ്. അവിടെ എത്തി ആദ്യം നമുക്ക് അവര് കോഴിക്ക് കൊടുക്കാനുള്ള ഫുഡ് തരും കേട്ടോ. കോഴിയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ പുഴുവും പിന്നെ ഓട്സും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറുകയാണ്. പുഴുവിനെ കണ്ടോ നിങ്ങള്? ഇങ്ങനെ ഓടിക്കളിക്കുന്ന പുഴുവിനെ. അങ്ങനെ അകത്ത് കയറിയപ്പോൾ കുറേ കോഴികളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വലിയ വിശപ്പൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ ഒരുത്തൻ വന്ന ആ പുഴുവിനെ കൊത്തിയെടുത്തോണ്ട് ഒറ്റ ഓട്ടം. അടുത്തവൻ നോക്കുക ഇനി പുഴു ഉണ്ടോന്ന് അതില്. അങ്ങനെ അവർക്കൊക്കെ കുറേ നേരം ഫുഡൊക്കെ കൊടുത്ത് അവരെല്ലാം നന്നായിട്ടൊന്ന് കണ്ട ശേഷം നമ്മൾ ഇനി പുറത്തോട്ട് പോവുകയാണേ. പുറത്തോട്ട് പോകുമ്പോൾ അവിടെ വേറെയും ഇനം കോഴികളുണ്ടായിരുന്നു. വെറൈറ്റി കോഴികളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കോഴിയും വലിയ കോഴിയും അട വെച്ചിരിക്കുന്ന കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനെയൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇനി വീട്ടിലോട്ട് പോവുകയാണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.